بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. ما بعد. എന്തുകൊണ്ടാണ് തഖ്ലീദിന്റെ ബാബ് തൗഹീദിന്റെ കിതാബിൽ ഉൾപ്പെടുത്തിയത്? അതിനുള്ള കാരണം എന്താണ്? അതായത് ഒരു മുഖല്ലിദ് അത് വിശ്വസിക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയതിനെ ഹറാമാക്കുകയും ഹറാമാക്കിയതിനെ ഹലാലാക്കുകയും ചെയ്യുന്ന ഒരുവൻ മുശദ്ദിഅ, അതായത് തശ്രീഇന്റെ ഒരു ദീനിൽ ഒരു കാര്യത്തെ നിയമമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അർഹതയുള്ളൂ. അത് അല്ലാഹുവിന്റെ മാത്രം ഹക്കാണ്. ഇന്നൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. ഷാ ഹുക്മിനെ മറ്റൊരാളിലേക്ക് അവൻ വകവെച്ചു കൊടുക്കുന്നതാണ്. അല്ലാഹു അല്ലാത്തവർക്കും അത് ഉലമാക്കൾക്കും ഉമറാക്കൾക്കും അതിനുള്ള ഹക്കുണ്ട് എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അത് ശിർക്കിന്റെ പരിധിയിൽ വരുന്നതാണ്. ത്വാഅത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുന്ന ശിർക്കാണ്. طيب. قال رحمه الله وقال الإمام أحمد عجبت لقوم عرفوا الإسناد وصحته يذهبون إلى رأي سفيان والله تعالى يقول فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. أتدري ما الفتنة؟ الفتنة الشرك، لعله إذا رد بعد قوله أن يقع في قلبه شيء من الزيغ فيهلك. ഇമാം അഹ്മദ് റഹ്മഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അജിബ്തു ലിഖൗമിൻ അറഫുൽ ഇസ്നാദ വസിഹതഹു. ഒരു ഖൗമിന്റെ കാര്യത്തിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു, അത്ഭുതപ്പെടുന്നു. ആ ഖൗമിന് ഒരു ഹദീസിന്റെ ഇസ്നാദ് അറിയാം, സനദ് അറിയാം, അതിന്റെ ആ ഹദീസിന്റെ സിഹത്ത് അറിയാം, ഹദീസ് സ്വഹീഹാണോ ദഈഫാണോ എന്നെല്ലാം അറിയാം, ആ സനദിലുള്ള ആളുകളെ കുറിച്ചും അറിയാം. എന്നിട്ടും സുഫിയാന്റെ അഭിപ്രായത്തിലേക്ക് അവര് ചായുകയാണ്. സുഫിയാന്റെ അഭിപ്രായം എന്താണ്? ഈ സുഫിയാനു സൗരി റഹിമഹുള്ളയുടെ അഭിപ്രായം അവർ തേടിപ്പോകുന്നു. അങ്ങനത്തെ ആളുകളുടെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. സുഫിയാൻ ഹുവ സൗരി വഹുവ സുന്നിയുൻ സിഖഹ് ഇമാമുൻ ആദിലുൻ. സുഫിയാൻ ഇബ്നു സഈദ് അസ്സൗരി. സുഫിയാൻ റഹിമഹുല്ലാ അദ്ദേഹം അഹ്ലുസുന്നത്തിന്റെ ഇമാമാണ്. അതേപോലെ തന്നെ അറിയപ്പെട്ട മുഹദ്ദിസാണ്, ഫിഖ്ഹി പണ്ഡിതനാണ്. അതെല്ലാം ആയിരിക്കെ റസൂലിന്റെ ഹദീസ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ടും അതിന്റെ സനദ് അറിഞ്ഞിട്ടും അത് സ്വഹീഹാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടുന്ന ആളുകളുടെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. വല്ലാഹു തആല യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി. അദ്ദേഹത്തിന്റെ അംറിനോട് എതിരാകുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വരീഖത്തിനോട് എതിരാകുന്നവർ, അൻ അംരിഹി ഐ അൻ ത്വരീഖത്തിഹി, അൻ തുസീബഹും ഫിത്നത്തുൻ, അൻ തുസീബഹും ഫിത്ന ഐ സൈഗ്. ഫിത്ന എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം സൈഗ് എന്നാണ്, ഇൻഹിറാഫ്, വഴിവഴവ്. അവർ വഴിപിഴച്ചു പോകുന്നതിനെ ഭയപ്പെട്ടുകൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വരീഖത്തിനോട് എതിരാകുന്ന ആളുകൾ അവർക്ക് സൈഗ് ബാധിക്കുന്നതിന് വഴിപിഴച്ച് അവർ പോകുന്നതിനെ ഭയപ്പെടട്ടെ, അല്ലെങ്കിൽ അവർക്ക് വേദനയേറിയ അദാബ് ബാധിക്കുന്നതിന് അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. ഖാല അതദ്രി മൽ ഫിത്ന, എന്താണ് ഫിത്ന എന്നാൽ നിനക്കറിയുമോ? ഖാല അൽ ഫിത്നതു അശ്ശിർക്ക്, ഫിത്ന എന്നാൽ ശിർക്കാണ്. ഇതാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഇവിടെ ഈ ആയത്തിൽ പറയപ്പെടുന്ന ഫിത്നയെ തഫ്സീർ ചെയ്തിട്ടുള്ളത്. هكذا فسرها الإمام أحمد هنا الشرك والفتنة تأتي بمعنى الشرك في قول الله عز وجل وقاتلوهم حتى لا تكون فتنة. അവിടെ ഫിത്ന എന്ന് പറഞ്ഞാൽ ശിർക്ക് എന്നർത്ഥം. അപ്പോൾ ശിർക്ക് എന്ന അർത്ഥത്തിലും ഫിത്ന എന്നുള്ളത് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഈ ആയത്തുള്ളത് പോലെ വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന. ഇവിടെ ഫിത്ന എന്ന് പറഞ്ഞാൽ ശിർക്ക് എന്നാണ് അർത്ഥം. എന്നാൽ ഈ ആയത്തിൽ ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന, ഇവിടെ ഫിത്ന എന്ന് പറഞ്ഞാൽ അർത്ഥം അസ്സൈഗ് എന്നാണ്, ഇൻഹിറാഫ് വസ്സൈഗ് സവാഅൻ ബിശിർകിൻ ഔ ബിദ്അത്തിൻ ഔ ബിളലാൽ. അപ്പോൾ ആ വഴിപിഴവ് ശിർക്ക് കൊണ്ടാകാം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ബിദ്അത്തുകളെ കൊണ്ടാകാം, അല്ലെങ്കിൽ ദലാലത്ത് കൊണ്ടാകാം. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശം. എന്നിട്ട് ഇമാം റഹിമഹുല്ലാഹ് പറയുന്നു ലഅല്ലഹു ഇദാ റദ്ദ ബഅദ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു വാക്കിനെ അവൻ എതിർക്കുന്നു, അതിനെ തള്ളിക്കളയുന്നു. അൻ യഖഅ ഫീ ഖൽബിഹി ശൈഉൻ മിന അസ്സൈഗ് ഫയഹ്ലിക്, അങ്ങനെ അവന്റെ ഹൃദയത്തിൽ, അവന്റെ മനസ്സിൽ സൈഗിന്റെ എന്തെങ്കിലും ഒരു അംശം, വഴിപിഴവിന്റെ ഒരു അംശം അവന്റെ മനസ്സിൽ വീണുപോവുകയും അങ്ങനെ അവസാനം അവൻ നശിച്ചു പോവുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ ഹദീസുകളോട് എതിരാകുന്ന ആളുകൾ, ഹദീസ് വ്യക്തമാണ്, അവനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുണ്ട്, അതിന്റെ സനദ് അറിയാം, അല്ലെങ്കിൽ അതിന്റെ സിഹത്ത് അറിയാം, എന്നിട്ടും അതിനോട് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ വതഅല്ലമൽ ജദൽ വസാഗ ഖൽബുഹു വറഅൽ ഹഖ ബാത്തിലൻ വൽ ബാത്തില ഹഖ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിന് സൈഗ് സംഭവിക്കും, ഹൃദയത്തിന് വഴിപിഴവ് സംഭവിക്കും. അങ്ങനെ ഹക്കിനെ ബാത്തിലായിക്കൊണ്ടാണ് അവൻ മനസ്സിലാക്കുക, ബാത്തിലിനെ ഹക്കായി മനസ്സിലാക്കും. ഇപ്പൊ ഇവിടെ ഇമാം അഹ്മദ് റഹിമഹുല്ലാ സ്വഹീഹായ ഹദീസിനെ ഉപേക്ഷിക്കുകയും എന്നിട്ട് സുഫിയാൻ റഹിമഹുല്ലയുടെ അഭിപ്രായത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഈ ആശ്ചര്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യുന്ന ആളുടെ അവസ്ഥ എന്താണ്? അത് അതിനേക്കാളും അശദ്ധാണ്, ഇമാം അഹ്മദിന്റെ കാലത്തിനേക്കാളും അശദ്ധാണ്. അതുപോലെ തന്നെ അതിങ്ങേറ്റവും ദൊറാണ് ഈ കാലത്ത്. അപ്പൊ അവിടെ സ്വാലിഹ്യങ്ങളായ സുഫിയാൻ സൗരിയെ പോലെയുള്ള ഇമാമിയങ്ങളെയാണ് അവര് തഖ്ലീദ് ചെയ്യുന്നതെങ്കിൽ, ഇന്ന് ആളുകൾ തഖ്ലീദ് ചെയ്യുന്നത് അങ്ങേയറ്റം ദലാലത്തിലായിട്ടുള്ള ആളുകളെയാണ്. അന്നത്തെ ആളുകൾ ഇമാം അഹ്മദിനെയും ഇമാം ഷാഫിയെയും മറ്റുമാണ് തഖ്ലീദ് ചെയ്തെങ്കിൽ, ഇന്ന് ആളുകൾ തഖ്ലീദ് ചെയ്യുന്നത് വളരെ മോശമായ ദലാലത്തിലായിട്ടുള്ള അഖീദയിലും മറ്റും പിഴച്ചു പോയിട്ടുള്ള ആളുകളെയാണ്, ദുല്ലാലുകളായ ആളുകളെയാണ് ഇന്നത്തെ ആളുകൾ തഖ്ലീദ് ചെയ്യുന്നത്. അപ്പൊ ആ കാലഘട്ടത്തേക്കാളും ഏറ്റവും അതിനേക്കാളൊക്കെ ദൊറായിട്ടുള്ളതാണ് ഈ കാലത്ത് ഉള്ള തഖ്ലീദ്. وهؤلاء تقليدهم أضر فلا ينبغي للإنسان أن يطمئن برجل ويقول ما قاله هو الحق. ഒരാളും ഒരു മനുഷ്യന്റെ കാര്യത്തിലും ഒരാൾക്കും തുമനീന ഉണ്ടാകാൻ പാടില്ല. അതായത് ആ വ്യക്തി എന്ത് പറയുന്നു അതെല്ലാം ഹക്കാണ് എന്നുള്ളത് പാടില്ല. ആ വ്യക്തി എന്ത് പറഞ്ഞോ അത് ഹക്കാണ്, അത് പാടില്ല. നേരെ മറിച്ച് മാ നഖല ദലീൽ അലൈഹി വൽ ഹഖ്, എന്താണോ ദലീല് കൊണ്ട് നഖ്ല് ചെയ്യപ്പെട്ടത്, ആരാണോ ദലീല് കൊണ്ടുവന്നത് അത് ഹക്കാണ്. ഏത് സംസാരമാകട്ടെ, ആരുടെ സംസാരമാകട്ടെ, ദലീൽ കൊണ്ടാണോ, ദലീലിന്റെ മേലെ സ്ഥാപിക്കപ്പെട്ടതാണോ അത് ഹക്കാണ്. ഇനി ദലീലിന്റെ മേലെ സ്ഥാപിക്കപ്പെടാത്ത, ദലീലില്ലാത്ത സംസാരങ്ങളാണെങ്കിൽ ഫഹുവ യഹ്താജ് ഇലാ നദർ, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. വഹാകദാ കാന ഖൗലുൽ ഉലമാ
كلهم حتى أحمد والشافعي ومالك وإنما جاء من بعدهم من قلدهم. ഇമാം അഹ്മദ്, അതുപോലെ ഇമാം ഷാഫി, ഇമാം മാലിക്, ഇമാം അബു ഹനീഫ, ഈ ഇമാമികളെ ബാക്കി എല്ലാ ഇമാമികളുടെയും സംസാരം അങ്ങനെയാണ്. ദലീലിന്റെ മേലെ സ്ഥാപിക്കപ്പെടുന്നതാണ് ഹക്ക്, അല്ലാത്തത് പരിശോധിക്കപ്പെടുന്നു. ഇങ്ങനെയായിരുന്നു അവരുടെ കാര്യങ്ങൾ അവർ സംസാരിച്ചത്. ഒരിക്കലും അവർ തഖ്ലീദ് കൊണ്ട് കൽപ്പിച്ചിട്ടില്ല. അവരെ തഖ്ലീദ് ചെയ്യാൻ വേണ്ടി അവരൊരിക്കലും കൽപ്പിച്ചിട്ടില്ല. അപ്പൊ തഖ്ലീദ് എന്നുള്ളത് ഈ ഇമാമിങ്ങൾക്ക് ശേഷം വന്നതാണ്. അവരെ തഖ്ലീദ് ചെയ്യുന്ന ആളുകളിൽ നിന്നുണ്ടായിട്ടുള്ളതാണത്. നേരെ മറിച്ച് ഈ ഇമാമികൾ ഒരിക്കലും അവരെ തഖ്ലീദ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് അവര് അതിനെതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. قال أبو حنيفة الإمام لا ينبغي لمن له إسلام أخذا بأقوالي حتى تعرض على الحديث والكتاب المرتضى. ومالك إمام دار الهجرة قال وقد أشار نحو الهجرة كل كلام منه ذو قبول ومنه مردود سوى الرسول. والشافعي قال إن رأيتم قولي مخالفا لما رويتم من الحديث فاضربوا الجدار بقول المخالف الأخبار. وأحمد قال لهم لا تكتبوا ما قلته بل أصل ذاك فاطلبوا فانظر لما قال الهداة الأربع واعمل بها فإن فيها منفع. ഇങ്ങനെയായിരുന്നു ഇമാമിങ്ങളുടെ സംസാരം. ഇമാം أبو حنيفة قال أبو حنيفة الإمام لا ينبغي لمن له إسلام أخذا بأقوالي حتى تورضا على الحديث والكتاب المرتضى. എൻ്റെ സംസാരം, എൻ്റെ അക്വാൽ, എൻ്റെ കൗലുകൾ, എൻ്റെ അഭിപ്രായങ്ങളെ കിതാബിന് സുന്നത്തും കൊണ്ട് നിങ്ങൾ പരിശോധിക്കണം. അതിനുശേഷമല്ലാതെ ഒരു മുസ്ലിമിനും എൻ്റെ കൗല് എടുക്കുക എന്നുള്ളത് പാടില്ല, അനിവാര്യം, അത് യോജിച്ചതല്ല. എൻ്റെ സംസാരങ്ങളെ കിതാബ് കൊണ്ടും ഹദീസ് കൊണ്ടും നിങ്ങൾ പരിശോധിക്കണം. അതേപോലെ തന്നെ ഇമാം മാലിക് മാലിക്കുൻ ഇമാമു ദാരിൽ ഹിജ്റതി ഖാല വഖദ് അശാറ നഹ്വൽ ഹുജ്റതി കുല്ലു കലാമിൻ മിൻഹു ദു ഖബൂലിൻ വമിൻഹു മർദൂദുൻ സിവർ റസൂലി. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജ്റ അല്ലെങ്കിൽ മക്ബറ അല്ലെങ്കിൽ ആ ഖബറിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിൽ നിന്നുള്ള എല്ലാ സംസാരങ്ങളും സ്വീകരിക്കപ്പെടുന്നതാണ്, അതൊന്നും തള്ളപ്പെടുന്നതില്ല. അതല്ലാത്ത റസൂലല്ലാത്ത ആളുകളുടെ സംസാരമാണെങ്കിൽ അതിൽ സ്വീകരിക്കപ്പെടുന്നുണ്ടാകാം, തള്ളപ്പെടുന്നുണ്ടാകാം. وقال والشافعي قال إن رأيتم قولي مخالفا لما رويتم. എൻ്റെ അഭിപ്രായത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനോട് എതിരായിക്കൊണ്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ മിനൽ ഹദീസി ഫദ്രിബുൽ ജിദാറ ബിഖൗലിൽ മുഖാലിഫിൽ അഖ്ബാറ. ഹദീസുകൾക്ക് എൻ്റെ കൗൽ എതിരായി കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ചുമരിലടിക്കുക. വഅഹ്മദു ഖാല ലഹും ലാ തക്തുബു മാ ഖുൽതുഹു ബൽ അസ്ലു ദാക ഫത്ലുബു ഫൻദുർ ലിമാ ഖാലൽ ഹുദാത്തുൽ അർബഅ വഅമൽ ബിഹാ ഫഇന്ന ഫീഹാ മൻഫഅ. വഹാദിഹി വസായ. ഇതാണ് ഇമാമികളുടെ വസിയത്ത്. ഒരിക്കലും അവർ തഖ്ലീദ് കൊണ്ട് കൽപ്പിച്ചിട്ടില്ല, നേരെ മറിച്ച് തഖ്ലീദിനെ അവർ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവര് കിതാബിനും സുന്നത്തിനുമാണ് അവര് ദലീലായിക്കൊണ്ട് അവർ സ്വീകരിച്ചിട്ടുള്ളത്. وعجب لما قالوا من التعصب أن المسيح الحنفي المذهبي. അതിനുശേഷം ചില ആളുകൾ പറഞ്ഞു അൽ മസീഹ് ഈസ ഇബ്നു മറിയം അദ്ദേഹം ഇറങ്ങി വരും അന്ത്യനാളാവുമ്പോൾ. അദ്ദേഹത്തെ കുറിച്ച് അവർ പറയാണ്. അപ്പൊ ചില ആളുകൾ പറയുന്നു അദ്ദേഹം ഹനഫി മദ്ഹബുകാരനാണ്. മസീഹ് ഇബ്നു മറിയം അദ്ദേഹം ഹനഫി മദ്ഹബുകാരനായി കൊണ്ടാണ് ഇറങ്ങി വരിക എന്ന് ചില ആളുകൾ പറഞ്ഞു. للمذهب قال بعض للمذهب الحنفي يقولون المسيح ابن مريم سيأتي على مذهب أبي حنيفة. അബൂ ഹനീഫയുടെ മദ്ഹബിലായിക്കൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി വരിക. وبعضهم كان يقول أنا شافعي ما حييت وإن أمت فوصيتي للناس أن يتشفعوا. وآخر يقول
അന ഹംബലിയുൻ മാ ഹയ്യീതു വഇൻ അമുത് ഫവസിയതി ലിന്നാസി അൻ യതഹംബലു. ചില ആളുകൾ പറയുന്നതാണ്, ഞാൻ ഷാഫി ആയിക്കൊണ്ടാണ് ജീവിച്ചത്, ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എൻ്റെ വസിയത്ത്, ജനങ്ങൾക്കുള്ള എൻ്റെ വസിയത്ത് നിങ്ങൾ ഷാഫി മദ്ഹബിലായിരിക്കണം. അതേപോലെ ചില ആളുകൾ പറഞ്ഞു, ഞാൻ ഹംബലി ആയിക്കൊണ്ടാണ് ജീവിച്ചത്, ഞാൻ മരണപ്പെടുമ്പോൾ എൻ്റെ വസിയത്ത് നിങ്ങൾ ഹംബലി ആയിരിക്കണം, ഹംബലി മദ്ഹബിലായിരിക്കണം. വലൗ അന്നഹും ഖാലു അന സലഫി മാ ഹയ്യീതു വഇൻ അമുത് ഫവസിയതി ലിന്നാസി അൻ യതമസ്സകു അൽ കിതാബ് വസ്സുന്ന. നേരെ മറിച്ച് അവർ ഇപ്രകാരം പറയുകയായിരുന്നെങ്കിൽ, ഞാൻ സലഫിയാണ്, സലഫി ആയിക്കൊണ്ടാണ് ജീവിച്ചത്, ഞാൻ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മുറുകെ പിടിക്കണം, കിതാബും സുന്നത്തും മുറുകെ പിടിക്കണം എന്ന് പറയുകയായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത്. വലാ യത്തബിഉ ഗൈറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ആരെയും അന്ധമായിക്കൊണ്ട് പിന്തുടരാൻ പാടില്ല. طيب قال وأضر من هذا من ذلك التقليد الذي مر في الأزمنة الأولى التحزب. ഈ മദ്ഹബിന്റെ ഇമാമിങ്ങളോട് കാണിച്ചിട്ടുള്ള തഖ്ലീദിനേക്കാളും വഷളായതാണ്, ഗുരുതരമായതാണ് ഇന്നത്തെ കാലത്ത് ഹിസ്ബുകളോടുള്ള തഖ്ലീദ്, സംഘടനകളോടും കക്ഷികളോടുമുള്ള തഖ്ലീദ്. ഇന്ന് ഏതൊരു വ്യക്തിയാകട്ടെ, അവനൊന്നും സംസാരിക്കില്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കില്ല തൻ്റെ ഹിസ്ബിന് വേണ്ടിയല്ലാതെ, അല്ലെങ്കിൽ തൻ്റെ സംഘടനയ്ക്ക് വേണ്ടിയല്ലാതെ. തൻ്റെ സംഘടന ഇഷ്ടപ്പെടുന്നതെന്തോ അത് മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ജുമയിൽ ഖുത്ബ പറയുന്നത് എന്താണോ തൻ്റെ ഹിസ്ബ്, അതിന് നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് അതാണ്. അങ്ങനെ ആ നേതാവിന്റെ താല്പര്യത്തിനനുസരിച്ച്, ഹിസ്ബിന്റെ സംഘടനയുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം സംസാരിക്കുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആദ്യ കാലഘട്ടത്തിലുള്ള ഹിസ്ബിയത്തിനേക്കാളും മോശമായിട്ടുള്ള ഹിസ്ബിയത്താണ് ഇന്നുള്ളത്. ഹിസ്ബികളെ സംബന്ധിച്ചിടത്തോളം അവര് ഹിസ്ബിയത്ത് അവരെ അന്തരാക്കി കളഞ്ഞു. അതേപോലെ തന്നെ അവരുടെ ഹൃദയങ്ങൾ അടക്കപ്പെട്ടു. എന്താണ് അവരുടെ ഹവയിൽ നിന്ന് അവർ കുടിപ്പിക്കപ്പെടുന്നത് അത് മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ, ഇല്ലാ മാ ഉശ്രിബ മിൻ ഹവാ. അതേപോലെ തന്നെ ഹിസ്ബിൽ നിന്ന്, സംഘടനയിൽ നിന്ന് അവരുടെ നേതാക്കന്മാർ എന്താണ് പറഞ്ഞത് അതെല്ലാം സഹീഹാണ്, അത് ഹക്കാണ് എന്നുള്ള വിശ്വാസം. ഇപ്പൊ ഹിസ്ബിയത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്, അതേപോലെ തന്നെ തഖ്ലീദിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഒരു ഹിസ്ബിലുള്ള ഒരു വ്യക്തി ഖുർആനിനും സുന്നത്തിനും എതിരായിക്കൊണ്ടും അമ്പിയാക്കളുടെ ഇസ്മത്തിനെതിരായിക്കൊണ്ടും ഒക്കെ സംസാരിച്ചു. വളരെ വലിയ തെറ്റ്, അഖീദയിലും മറ്റുമുള്ള തെറ്റ് ആൾ സംസാരിച്ചു, ബാത്തിലായ കാര്യം ആൾ സംസാരിച്ചു. പക്ഷെ ഒരാളും അദ്ദേഹത്തെ റദ്ദ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കില്ല. ആ ഹിസ്ബിൽപ്പെട്ട ഒരാളും അയാൾക്ക് മറുപടി നൽകുന്നത് കാണാൻ സാധിക്കുന്നതല്ല. എന്തുകൊണ്ടാണ് അവർ പറയുന്ന ന്യായം? ലിയന്ന ഹാദാ മിന്ന നുനാസിഹു സിർറൻ. കാരണം പറഞ്ഞ ആൾ നമ്മളെ സംഘടനയിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് രഹസ്യമായിക്കൊണ്ട് നസിയത്ത് ചെയ്താൽ മതി. അതായത് വളരെ വലിയ തെറ്റ്, അഖീദയിലും മറ്റുമൊക്കെ ഉള്ള വലിയ തെറ്റുകൾ സംസാരിക്കും. ജുമയിലും ഖുതുബയിലും അതുപോലെ തന്നെ പ്രസംഗങ്ങളിലൊക്കെ പരസ്യമായി കൊണ്ട് സംസാരിക്കും. പക്ഷേ ആ സംഘടനപ്പെട്ട ഒരാളും അയാളെ റദ്ദ് ചെയ്യൂല. കാരണം സംസാരിച്ച നമ്മളാളാണ്, അതുകൊണ്ട് രഹസ്യമായി കൊണ്ട് ചെയ്യണം. നേരെ മറിച്ച് അതേസമയം വേറൊരു സംഘടനയിലുള്ള വ്യക്തി വളരെ നിസാരമായ ഒരു തെറ്റ് സംസാരിച്ചു. നിസാരമായിട്ടുള്ള ഒരു തെറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ മറ്റേ സംഘടനക്കാരെന്ത് ചെയ്യും? പരസ്യമായിക്കൊണ്ട് അപമാനിക്കുകയും അവന്റെ ആ തെറ്റിനെ പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇത് ഹിസ്ബിയത്തിന്റെയും അതുപോലെ തന്നെ അന്ധമായ തഖ്ലീദിന്റെയും അടയാളത്തിൽപ്പെട്ടതാണ്. فكل العلماء كانوا ينهون عن التحزب والتعصب وتمذهب علماء الحق. ഹക്കിന്റെ ഉലമാക്കൾ, അവരെല്ലാ ഉലമാക്കളും ഇതിനെ എതിർത്തിട്ടുള്ള ആളുകളാണ്, വിരോധിച്ചിട്ടുള്ളവരാണ്. തഹസ്സുബ് പാടില്ല, അതുപോലെ തന്നെ തഅസ്സുബ് പാടില്ല, മദ്ഹബിന്റെ പക്ഷപാതിത്വം പാടില്ല, സംഘടനാ കക്ഷിത്വം പാടില്ല.
أما الذي يرضى أن يقلد في كل صغيرة وكبيرة فهذا أخطر وربما يصل إلى حد الكفر. ഇപ്പോൾ തഖ്ലീദിന്റെ കാര്യത്തിൽ എത്ര ചെറിയ കാര്യത്തിലും എത്ര വലിയ കാര്യത്തിലും സംഘടനകളെയും ആളുകളെയും ഒക്കെ തഖ്ലീദ് ചെയ്യുന്ന കാര്യത്തിൽ തൃപ്തിപ്പെടുന്ന ആളുകൾ, അത് വളരെ വലിയ ഗുരുതരമായ അപകടമാണ്. ചിലപ്പോൾ അത് കുഫറിന്റെ പരിധിയിലേക്ക് വരെ എത്തിപ്പോവും. الذي يقول لا بأس أن يقلدوني فيما أقول سواء بدليل أو بغير دليل. ചില ആളുകൾ പറയുന്നു, ഞാൻ എന്ത് പറയുന്നോ അതിന് നിങ്ങൾ എങ്ങനെ തഖ്ലീദ് ചെയ്തു കൊള്ളുക. ഞാൻ ദലീലോടുകൂടി പറഞ്ഞാണെങ്കിൽ ശരി, ദലീലില്ലാതെ പറഞ്ഞതാണ് ശരി, എന്നെ തഖ്ലീദ് ചെയ്ത് തെറ്റില്ല, തഖ്ലീദ് ചെയ്യുന്നത് തെറ്റില്ല എന്ന് പറയുന്ന ആളുകൾ. വഹാദാ റളിയ ലിനഫ്സി അൻ യകൂന താഗൂതൻ. സ്വന്തം നഫ്സിനെ ആ കാര്യത്തിൽ തൃപ്തിപ്പെടുകയാണ്. ആളുകൾ തന്നെ തഖ്ലീദ് ചെയ്യുന്ന കാര്യത്തിൽ ആള് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അവസാനം അയാൾ താഗൂത്തായി പോകും, കുഫറിലേക്ക് എത്തും. قال رحمه الله وعن عدي بن حاتم أنه سمع النبي صلى الله عليه وسلم يقرأ هذه الآية اتخذوا أحبارهم ورهبانهم أربابا من دون الله فقلت له إنا لسنا نعبدهم قال أليس يحرمون ما أحل الله فتحرمونه ويحلون ما حرم الله فتحلونه فقلت بلى قال فتلك عبادتهم رواه أحمد والترمذي وحسنه. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടു. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ. അവർ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അല്ലാഹുവിന് പുറമെ റബ്ബുകളാക്കി. അഹ്ബാറഹും ഉലമാഉൽ യഹൂദ്, യഹൂദികളിലെ ഉലമാക്കളാണ് അഹ്ബാർ. വറുഹ്ബാൻ ഉബ്ബാദുൻ നസാറ. എങ്ങനെയാണ് അവര് പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കിയത്? ഐ ഖല്ലദൂഹും ഫീമാ യുഹല്ലിലൂൻ വയുഹർരിമൂൻ ബിലാ ഹുജ്ജ. അതായത് ഈ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഹലാലാക്കുന്നതിലും അതുപോലെ ഹറാമാക്കുന്ന കാര്യത്തിലും തെളിവില്ലാതെ അവരെ തഖ്ലീദ് ചെയ്തു. തെളിവില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ ഒരു കാര്യത്തെ അവർ ഹറാമാക്കി. അങ്ങനെ ആ കാര്യത്തിൽ തെളിവ് നോക്കാതെ ഈ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവർ പിൻപറ്റി. അതേപോലെ തന്നെ അല്ലാഹു തആല ഹറാമാക്കിയതിനെ ഹലാലാക്കി. ആ ഹലാലാക്കിയതിനെ അവരെന്ത് ചെയ്തു? തെളിവില്ലാതെ പിൻപറ്റി അവരെ തഖ്ലീദ് ചെയ്തു. അങ്ങനെയാണ് അവര് ഈ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കിയത്. നേരെ മറിച്ച് അവർക്ക് സുജൂദ് ചെയ്യുകയോ അവരെ ഇബാദത്ത് ചെയ്യുകയോ അവരോട് ഇസ്തിഗാസ തേടുകയോ ഒന്നും ചെയ്തിട്ടില്ല. യഹൂദികളോ നസാറാക്കളോ. നേരെ മറിച്ച് അള്ളാഹു തആല ഹറാമാക്കിയതിനെ ഹലാലാക്കുകയും ഹലാലാക്കിയതിനെ ഹറാമാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അവരെ തഖ്ലീദ് ചെയ്തത് കൊണ്ടാണ് അവരെ റബ്ബുകളാക്കിയിട്ടുള്ളത് അള്ളാഹു തആലക്ക് പുറമെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുകയാണ്, ഇന്നാ ലസ്നാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ഇബാദത്ത് ചെയ്തിട്ടില്ല, പിന്നെങ്ങനെയാണ് ഞങ്ങൾ അവരെ റബ്ബുകളാക്കി എന്ന് പറയുക? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈസ യുഹർരിമൂന മാ ഹല്ലല്ലാഹ് ഫതുഹർരിമൂനഹു. അല്ലാഹു തആല ഹലാലാക്കിയതിനെ അവർ ഹറാമാക്കിയിട്ടില്ലേ, എന്നിട്ട് നിങ്ങളും അതിനെ ഹറാമാക്കിയില്ലേ? വയുഹില്ലൂന മാ ഹറമല്ലാഹ്, അല്ലാഹു തആല ഹറാമാക്കിയതിനെ അവർ ഹലാലാക്കിയില്ലേ? ഫതുഹില്ലൂന, എന്നിട്ട് നിങ്ങളും അതിനെ ഹലാലാക്കിയില്ലേ? ഫഖുൽതു ബല, അതെ തീർച്ചയായും. ഖാല ഫതിൽക ഇബാദത്തും, അതാണ് അവർക്കുള്ള ഇബാദത്ത്, അതാണ് അവർക്കുള്ള ഇബാദത്ത്. വലിദാലിക ബാറക്കല്ലാഹു ഫീക്കും ത്വാലിബുൽ ഇൽം യാനി ഹദർ മിന തഖ്ലീദ്, തഖ്ലീദിൽ നിന്ന് ജാഗ്രത പാലിക്കണം. ത്വാലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം തഖ്ലീദ് എന്ന് പറയുന്നത് അവന്റെ ഷെയ്ഖിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും മശായിഖുമാരോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആലിമിനോടോ ഇമാമിങ്ങളോടോ ഒന്നും തഖ്ലീദ് പാടില്ല. തഖ്ലീദ് എന്ന് പറയുന്നത് മാരകമായിട്ടുള്ള രോഗമാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് അവന്റെ ത്വലബുൽ ഇൽമിൽ തഖ്ലീദ് ബാധിച്ചു കഴിഞ്ഞാൽ അവന്റെ ഇൽമിന്റെ ബറക്കത്ത് അവന് നഷ്ടപ്പെടും. ഇൽമിന്റെ ബറക്കത്ത് അവന് നഷ്ടപ്പെട്ടു പോകും. തഖ്ലീദ് എന്ന് പറയുന്നത് വളരെ മാരകമായ അസുഖമാണ്. ആർക്കത് അസുഖം ബാധിച്ചോ അവന്റെ ഇൽമിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും.
കാരണം തഖ്ലീദ് വായിച്ചൊരു വ്യക്തി, ഒരു മുഖല്ലിദായിട്ടുള്ള വ്യക്തി ഒരിക്കലും ഹക്കിന്റെ ഭാഗത്ത് നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ ഹക്ക് അന്വേഷിക്കുന്ന കാര്യത്തിൽ പക്ഷപാതിത്വമില്ലാതെ അതിനെ സമീപിക്കുന്നതല്ല. അങ്ങനെ ആ വ്യക്തിയുടെ ഇൽമിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ഖാല ഫായിദ, ഉലമാക്കളെയും ഉമറാക്കളെയും അല്ലാഹു തആല ഹറാമാക്കിയ കാര്യത്തെ ഹലാലാക്കുന്നതിലും അതുപോലെ നേരെ തിരിച്ചും ആ കാര്യത്തിൽ ഉലമാക്കളെയും ഉമറാക്കളെയും ഇത്തിബാ ചെയ്യുന്നത് 3 തരത്തിലാണ്. അതിലൊന്നാമത്തെ ഹാൽ അൻ യുസാബിഅഹും ഫീ ദാലിക റാദിയൻ ബിഖൗലിഹിം, അവർ പറഞ്ഞ അഭിപ്രായത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവരെ പിൻപറ്റുന്നു. അവർ പറഞ്ഞ അഭിപ്രായത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവരെ പിൻപറ്റുകയാണ്. വസാഖിതൻ ലിഹുക്മില്ലാ, അല്ലാഹുവിന്റെ ഹുക്മിനെ വെറുത്തുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഫഹുവ കാഫിറുൻ ലിഅന്നഹു കരിഹ മാ അൻസലല്ലാഹ് ഫഅഹ്ബതല്ലാഹു അമലഹു ذلك بأنهم كرهوا ما أنزل الله. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ ഒരു കാര്യത്തെ അവർ ഹറാമാക്കും. അപ്പം ഹറാമാക്കിയ കാര്യത്തെ ഉലമാക്കളോ ഉമറാക്കളോ അള്ളാഹുവിന്റെ ഹുക്കുമിനെതിരായിക്കൊണ്ട് ഒരു കാര്യത്തെ ഹറാമാക്കിയ കാര്യത്തിൽ അവൻ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഹുക്കുമിൽ വെറുത്തുകൊണ്ടാണ് അവൻ അതിനെ പിൻപറ്റുന്നത്, ആ ഉമറാക്കളെ പിൻപറ്റുന്നത് എങ്കിൽ അവൻ കാഫിറാണ്. കാരണം അവൻ അല്ലാഹു തആല ഇറക്കിയതിനെ വെറുത്തു. ذلك بأنهم كرهوا ما أنزل الله. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമലുകളെല്ലാം പാഴാക്കി കളഞ്ഞു. രണ്ടാമത്തെ ഹാൽ أن يتابعهم في ذلك راضيا بحكم الله وعالما بأنه أصلح للعباد والبلاد ولكن لهوى في نفسه اختاره كأنه يريد مثلا وظيفة فهذا لا يكفر ولكنه فاسق. രണ്ടാമത്തേത് ആ വ്യക്തി അല്ലാഹു തആലയുടെ ഹുക്കുമിൽ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ഈ പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെയും ഈ ഹുക്കുമിനെ പിൻപറ്റുന്നത്. അവനറിയാം അള്ളാഹുവിന്റെ ഹുക്കുമാണ് അള്ളാഹുവിന്റെ അടിമകൾക്കും അതുപോലെ നാടിനും ഏറ്റവും അസ്ലഹായിട്ടുള്ളത്, ഏറ്റവും നന്നായത് അള്ളാഹുവിന്റെ ഹുക്കുമാണെന്നും അവനറിയാം. അള്ളാഹുവിന്റെ ഹുക്കുമിന് തൃപ്തിയുണ്ട്. എന്നിട്ടും അവൻ പണ്ഡിതന്മാരുടെ ആ അഭിപ്രായങ്ങളെ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഹുക്കുമിനെ പിൻപറ്റുന്നത് അവന്റെ തന്നിഷ്ടം കൊണ്ടാണ്, അല്ലെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലും അവൻ നേട്ടങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാകാം, ജോലി അതുപോലെയുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ ഉദ്ദേശിക്കുന്നു. അങ്ങനത്തെ അവസ്ഥയിൽ ആ വ്യക്തി കാഫിറാകുന്നതിന് നേരെ മറിച്ച് ഫാസിഖാണ്, അവൻ ഫാസിഖാണ്. ഈ മൂന്നാമത്തത് അയ്യുസാബിഅഹും ജാഹിലൻ, ജാഹിലായിക്കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തിലുള്ള ഹുക്കം അവൻ അറിയില്ല. ഈ പണ്ഡിതന്മാർ പറയുന്ന ഹുക്കുമാണ് അള്ളാഹുവിന്റെ ഹുക്കുമെന്നാണ് അവൻ വിശ്വസിക്കുന്നത്, അതാണ് അവന്റെ ഊഹം. അവൻ ജാഹിലാണ്. ആ ഒരു കാര്യത്തിൽ അള്ളാഹുവിന്റെ വിധി എന്താണ്, അള്ളാഹുവിന്റെ ഹുക്കും എന്താണെന്ന് അവൻ അറിയില്ല. പണ്ഡിതന്മാർ പറയുന്നത് ഹുക്കുമ തന്നെയാണ് അള്ളാഹുവിന്റെ ഹുക്കും എന്ന് അവൻ വിചാരിക്കുന്നു. അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ അത് 2 തരത്തിലാണ്. ഒന്ന്, അവന് സ്വന്തമായിക്കൊണ്ട് ഹക്ക് മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഹക്ക് തേടി കണ്ടെത്താനും അവന് സാധിക്കും. പക്ഷെ ആ കാര്യത്തിൽ അവന് അലംഭാവം കാണിക്കുകയാണ് എങ്കിൽ അവൻ ആസിമാണ്, അവൻ കുറ്റക്കാരനാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ കാര്യത്തിൽ അറിയാത്ത വിഷയങ്ങൾ ഉലമാക്കളോട് ചോദിക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അപ്പൊ അതിനൊക്കെ കഴിവുണ്ട്, ഉലമാക്കളോട് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിവുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ ആളെന്താണ്, അലംഭാവം കാണിച്ചു. അങ്ങനെയാണെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. ഇനി രണ്ടാമത്തതിന്റെ അവസ്ഥ, ആ വ്യക്തി ഒരു ആലിമല്ല,
അതേപോലെ തന്നെ ഇൽമു പഠിക്കാനുള്ള കഴിവും അവനില്ല. അപ്പൊ അവന് ഈ ആളുകളെ തഖ്ലീദ് ചെയ്യുകയാണ്. തഖ്ലീദ് ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് ഈ ഉലമാക്കൾ പറയുന്നതാണ് ഹക്ക്, ഈ പണ്ഡിതന്മാരും പുരോഹിതന്മാരും പറയുന്നതാണ് ഹക്ക് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൻ ആ കാര്യത്തിൽ തഖ്ലീദ് ചെയ്യുന്നത്. സ്വന്തമായി കൊണ്ട് ഉലമാക്കളുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഹക്ക് കണ്ടെത്താനോ സത്യം മനസ്സിലാക്കാൻ അവന് കഴിവില്ല എങ്കിൽ ഫഹാദ് അലാ ഷയ്യാലൈ, അവന്റെ മേലെ തെറ്റില്ല. طيب إلهنا سبحانك وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد.